നോക്കാം. അസമിൽ മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം റദ്ദാക്കും. പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാം. ബഹുഭാര്യാത്വം തടയുന്നതിനുള്ള നിയമനിർമ്മാണം ഉടനുണ്ടാകുമെന്നും അസം സർക്കാർ അറിയിച്ചു. ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് വിശദാംശങ്ങൾ നൽകും. അരവിന്ദ്, എത്ര നിർണായകമായ സുപ്രധാനമായ തീരുമാനമാണ് അസം സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്? അത് പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ചുകൊണ്ടാണോ ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടത്? ഈ നീക്കം അത് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് മുന്നോടിയായുള്ള ഒരു നടപടി എന്ന് വേണമോ വിശേഷിപ്പിക്കാൻ? ദിവ്യ, ഉത്തരാഖണ്ഡിന് പിന്നാലെ അസമും ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന്റെ ആദ്യ ഭാഗമായാണ് ഇപ്പോൾ മുസ്ലിം വിവാഹവും വിവാഹമോചനങ്ങളും രജിസ്റ്റർ ചെയ്യാനുള്ള 1935 നിയമം റദ്ദാക്കുവാൻ അസം സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനം അസം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ബില്ല് വരുന്ന സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിൽ അസം സർക്കാർ മുന്നോട്ട് വയ്ക്കും. അപ്പോൾ ഈ സമ്മേളനത്തിൽ ഈ ബില്ല് പാസ്സാക്കുന്നതോടുകൂടി ഈ 1935 നിയമങ്ങൾ റദ്ദാക്കും. ഇതിന് പിന്നാലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം മാത്രമായിരിക്കും ഈ മുസ്ലിം വിവാഹങ്ങളും അതുപോലെ തന്നെ വിവാഹമോചനങ്ങളും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. ഈ 1935 നിയമത്തിന്റെ കീഴിൽ 94 മുസ്ലിം രജിസ്ട്രർമാർ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ എല്ലാവരെയും 2 ലക്ഷം രൂപ ഇത്തരത്തിൽ തുക നൽകി ഒറ്റത്തവണ തീർപ്പാക്കി അവരെ പിരിച്ചുവിടുമെന്നും അസം സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ ചുമതല ഇനി മുതൽ പ്രത്യേകമായും ചുമതല ഏറ്റെടുക്കുക 94 രജിസ്ട്രർമാർ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ പിരിച്ചുവിട്ടുകൊണ്ട് ഈ വേറെ ജില്ലാ കമ്മീഷണർമാരായിരിക്കും ഇനി വിവാഹങ്ങളും വിവാഹമോചനങ്ങളും തമ്മിലുള്ള ഈ രജിസ്ട്രേഷന്റെ നടപടികൾ ഏറ്റെടുക്കുക. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അസം സർക്കാരിനെതിരെ വിവിധ കോണിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡ് നിയമസഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അസം സർക്കാരും മുന്നോട്ട് പോകുന്നത്. എന്തായാലും 1935 രജിസ്ട്രേഷൻ നിയമമാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള നീക്കം അസം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഇനി ഈ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അധികാരം ജില്ലാ കമ്മീഷണർമാർക്കും ജില്ലാ രജിസ്ട്രർമാർക്കുമായിരിക്കും. പ്രധാനമായും അസം സർക്കാർ പറയുന്നത് ശൈശവ വിവാഹം ഇത്തരത്തിൽ നടപ്പിലാക്കുന്നത് തടയുവാൻ വേണ്ടിയാണ് തങ്ങൾ ഇത് റദ്ദാക്കിയതെന്നാണ്. എന്തായാലും അസം സർക്കാർ ഏക സിവിൽ കോഡുമായി മുന്നോട്ട് പോകുന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുകൂടാതെ തന്നെ ബഹുഭാര്യാത്വം തടയാനുള്ള നീക്കങ്ങളും തങ്ങൾ ഉടൻ തന്നെ നടത്തുമെന്നും അസം സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. അതാണ് ഏക സിവിൽ കോഡിന് മുന്നോടിയായി തന്നെയാണ് ഈ നീക്കം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. സ്വാഭാവികമായും മുസ്ലിം വിവാഹങ്ങൾ മാത്രം അത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇനി രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള പ്രതികരണങ്ങൾ ഈ നീക്കത്തിൽ ഉയർന്നു വരാനാണ് സാധ്യത? ഇന്നലെ രാത്രി ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം അസം സർക്കാർ എടുത്തത്. എന്തായാലും ഇത് വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നതേ ഉള്ളൂ. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും അതുപോലെ തന്നെ പ്രതികരണങ്ങളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഉത്തരാഖണ്ഡ് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ബില്ല് പാസ്സാക്കിയപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കോൺഗ്രസ് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നിയമസഭയിൽ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ തന്നെ ഉത്തരാഖണ്ഡ് സർക്കാർ മുന്നോട്ട് പോയിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനവും പ്രതിഷേധവും തന്നെ അസം സർക്കാരിന്റെ നടപടിക്കെതിരെ ഉയരുന്ന ഒരു സാഹചര്യം തന്നെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം യാതൊരുവിധ മുന്നറിയിപ്പോ അല്ലെങ്കിൽ ചർച്ചകളോ നടത്താതെയാണ് അസം സർക്കാർ ഇപ്പോൾ ഈ നിയമം റദ്ദാക്കുവാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. 1935 നിയമമാണ് ഇപ്പോൾ അസം സർക്കാർ റദ്ദാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ബില്ല് അസം സർക്കാർ മുന്നോട്ട് വയ്ക്കും. നിയമസഭാ സമ്മേളനത്തിൽ ഈ ബില്ല് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ 1935 നിയമം റദ്ദാക്കുകയും ഇതുകൂടാതെ ഈ മുസ്ലിം വിവാഹവും വിവാഹമോചനങ്ങളും രജിസ്റ്റർ ചെയ്യുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ കീഴിലാകും. ഇതുകൂടാതെ 94 മുസ്ലിം രജിസ്ട്രർമാരാണ് ഇപ്പോൾ ഈ നിയമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഇവരെ പിരിച്ചുവിടാനും അസം സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. 2 ലക്ഷം രൂപ ഒറ്റത്തവണ തീർപ്പാക്കൽ തുക നൽകിയായിരിക്കും ഈ 94 രജിസ്ട്രർമാരെയും പുറത്താക്കുക. ഇതുകൂടാതെ തന്നെ ഇതിന്റെ ചുമതല മൊത്തമായി ഏറ്റെടുക്കുക ജില്ലാ കമ്മീഷണറും അതുപോലെ തന്നെ ജില്ലാ രജിസ്ട്രർമാരുമായിരിക്കും. എന്തായാലും മുസ്ലിം വിവാഹങ്ങൾ ഇനി മുതൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമായിരിക്കും അസമിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. ദിവ്യ, ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ശക്തമാക്കുകയാണ് അസം സർക്കാർ. അസമിൽ മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമമാണ് റദ്ദാക്കുന്നത്. ഇനി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം മാത്രമേ മുസ്ലിം വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ഈ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാനും സർക്കാർ ഒരുങ്ങുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് PR അരവിന്ദ് നൽകിയത്.